കൊച്ചമ്മയുടെ ഭാവം. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? മുഖസ്തുതി പറയല്ല, കൊള്ളാം. പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള. ബോസിലേക്ക് സ്വാഗതം. ഹൃദയപൂർവ്വം മോഹൻലാൽ. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. വീട് മിസ് ചെയ്യും, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാരും മിസ് ചെയ്യും. സൂചന മിസ് ചെയ്യത്തില്ല, കൂടെ ഉണ്ടാവും. വയസ്സുകാലത്ത് തലയ്ക്ക് ചോറ് പിടിക്കുമ്പോ ഏത് മാഷും ഇതൊക്കെ തോന്നും. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത്, അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞു നിന്ന് കാണുന്ന എന്റെ ഹോബി. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. കേരളത്തിലെ ആൾക്കാർക്ക് എന്താ ഇവരില്ലേ? മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? എന്റെ സുധിച്ചേട്ടൻ യൂസ് ചെയ്ത ട്രോളി ബാഗാണ്, ഞാൻ ഇത് തന്നെ എടുത്തു. ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. നമ്മളായിട്ട് തന്നെ നിൽക്കുക, അത്രേ ഉള്ളൂ ലാലേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പാവസ്ത്രീ. ചേട്ടാ, ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്ന? എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. പ്രതികരിക്കാറുണ്ട്, അത്യാവശ്യത്തിന് ഞാൻ പ്രതികരിക്കും, അറിയാതെ പ്രതികരിക്കും. ഇച്ചിരി ചോരത്തിളപ്പ് കൂടുതലാണെന്നാണ് പറയാറ്. വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പൊ ഇവന്മാരെ രണ്ടുപേരെയും ഇവിടെ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? എങ്കിലും ഇതിലും ഭേദം ബോംബ് കൊണ്ടുവയ്ക്കുന്നതാ. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യമല്ലേ പൊട്ടുള്ളൂ. സന്തോഷായില്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.